ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. നമ്മുടെ സഭ പടുത്തുയർത്തപ്പെട്ട അടിസ്ഥാന ശിലകളാണ് ഈ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ. പത്രോസ് സ്ലീഹ യഹൂദരുടെ ഇടയിലേക്കും പൗലോസ് സ്ലീഹ വിജാതിരുടെ ഇടയിലേക്കും ഈശോയുടെ സുവിശേഷവുമായി കടന്നെത്തി രണ്ടുപേരും ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം ചൂടി. കെസറിയ ഫിലിപ്പി വെച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് താൻ ആരാണെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് പത്രോസാണ് ഒരു ഉത്തരം പറയുക. തിരുവചനത്തിൽ അത് ഇപ്രകാരമാണ് കാണുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം. ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വലിയൊരു വിശ്വാസ പ്രഘോഷണ. ഈശോ അതിന് കൊടുക്കുന്ന ഉത്തരം, പത്രോസ് പറയുക, നിന്റെ മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഇപ്പം ജീവിതത്തിൽ നിനക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കണമെങ്കിൽ ആ വെളിപാടുകൾ വരേണ്ടത് പിതാവിൽ നിന്നാണ്. പിതാവുമായിട്ട് നിനക്കൊരു ഗാഢബന്ധം നമുക്കുണ്ടാകണം. ആരാ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്? പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തിയ പുത്രനായ ഈശോയാ പിതാവിനെ അപ്പച്ചനെ നമുക്ക് കാണിച്ചു തന്നത്. ഇന്നത്തെ ദിവസം ഈ സ്ലീഹന്മാർ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിതാവിനോടും പുത്രനോടൊക്കെ ആത്മാർത്ഥമായ ആഴമേറിയൊരു ബന്ധം കിട്ടുവാൻ വേണ്ടി, ആ ബന്ധത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾക്ക് ഒപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയെ, അവരെ ആ വിശ്വാസദാർഢ്യം, അവരെ നിന്നോടുള്ള സ്നേഹം അത് ഈ വ്യക്തിയിലും ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ അടുത്തോടുകൂടി നിനക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ജീവിതം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.